ഹായ് ഹലോ ഇന്ന് നമ്മളൊരു സ്മൂത്തനിങ് ആട്ടോ കാണിക്കാൻ പോകുന്നത്. ഈ ഹെയറിൻ്റെ എൻഡ് കണ്ടില്ലേ, അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അവർക്കൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. ഇതിന് മുന്നേ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് തന്നെ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഡ് ഒന്ന് വളഞ്ഞ് നിൽക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളതൊന്ന് എൻഡ് കേൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേപോലെ നിന്ന് ഇപ്രാവശ്യം അവർക്ക് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ സ്ട്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അയൺ ചെയ്തതിന് ശേഷമുള്ള ഒരു സ്ട്രക്ചറാട്ടോ അപ്പോൾ ഇത് കാണുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ എൻഡ് കണ്ടില്ലേ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തപ്പം ഇങ്ങനെയാണ് വന്നത്. അത് കഴിഞ്ഞ് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്തായി ഹെയർ. എൻഡും അവർ വിചാരിച്ച പോലെയാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെ നല്ല സ്മൂത്തായിട്ടൊരു ഹെയറാണ്. അപ്പോൾ അത് നമ്മൾ വീണ്ടും സ്മൂത്തനിങ് ചെയ്യുമ്പോൾ ഹെയറിന് കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് നമ്മൾ കെയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻഡിനൊക്കെ തിക്നെസ് ഭയങ്കര കുറവാണ് ഈ ഹെയറിൻ്റെ. അപ്പോൾ നമ്മൾ അയൺ ചെയ്യുമ്പോഴൊക്കെ അയണറിൽ വരാനും എല്ലാം കുറച്ച് പ്രശ്നങ്ങളുള്ളൊരു ഹെയർ ആയിരുന്നു ഇത്. എന്നാലും അവർ വിചാരിച്ച ഭാഗങ്ങളൊക്കെ അവർക്ക് വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ചിലപ്പോൾ ഒന്നോ രണ്ടോ മുടി ചിലപ്പോൾ ഒന്ന് അങ്ങനെ വളഞ്ഞ് നിൽക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇല്ല എന്ന് പറയണില്ല. കാരണം നമ്മൾ അത്രയും ഹാർഡായിട്ട് ഇതിൽ ചെയ്തിട്ടില്ല. കാരണം സ്മൂത്തായിട്ടുള്ള തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. എന്നാലും എല്ലാവരുടെയും ആഗ്രഹങ്ങളല്ലേ അതൊക്കെ, നമുക്ക് സ്മൂത്ത് ആവണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ സ്മൂത്തായിട്ടുണ്ട്. ഇത് ഒരുപാട് കാലം ആ കുട്ടിക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. പിന്നെ സ്പാ കെയറിങ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 72 hours കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഡ്രോബാക്കും പറയാൻ പറഞ്ഞിട്ടുണ്ട്.